കർത്താവിന്റെ പരിശുദ്ധമുള്ള നാമത്തിന് നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. परमेश्वर के नाम को धन्यवाद हृदय के साथ में मैं ऊंचा उठाता हूं. ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളായി രാജസ്ഥാനിലെത്തുകയും വിവിധ ഇടങ്ങളിൽ കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം അവസരം നൽകുകയും ചെയ്തു. അതോർത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और पिछले कुछ दिनों से इन क्षेत्रों में आने के लिए, प्रभु के गवाह बनने के लिए, प्रार्थना में समय को व्यतीत करने के लिए परमेश्वर ने हमारे जीवन में अवसर को प्रदान किया. उसके लिए मैं प्रभु को धन्यवाद देता हूं. കേവറീസ് പാസ്റ്ററോടും ബഹുമാന്യ സന്തോഷ് പാസ്റ്ററോടും കൂടെ ചേർന്ന് കർത്തൃ വേലയിൽ പങ്കെടുക്കുവാൻ ചേർന്നിരിപ്പാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകിയതുകൊണ്ട് കർത്താവിന് നന്ദി പറയുന്നു. प्रभु के दासों के साथ में मिलकर कुछ दिन उपस्थिति में, परमेश्वर की उपस्थिति में बिताने के लिए प्रभु ने हमारे जीवन में अवसर प्रदान किया. उसके लिए मैं प्रभु को धन्यवाद देता हूं. ഞാൻ ഒരു ദൈവവചന ഭാഗത്തേക്ക് ശുശ്രൂഷയ്ക്ക് കടന്നു വരികയാണ്. और वचन की ओर मैं आपके ध्यान को ले जाना चाहूँगा. പത്രോസിന്റെ ലേഖനത്തിൽ നിന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് അല്പസമയം ദൈവവചനം പറയാൻ ആഗ്രഹിക്കുന്നത്. और पत्रस की पत्रियों में से मैं कुछ बातें आप तक पहुंचाना चाहूँगा. 1 പത്രോസ് 4-ാം അധ്യായം 12-13 വാക്യം ത്തിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. पहला पत्रस 4 अध्याय उसका 12 और 13वां पद में आपके सम्मुख रखना चाहूँगा. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചുകൊള്ളുവീൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. हे प्रियों, जो दुख रूपी अग्नि तुम्हारे परखने के लिए तुम में भड़की है, इससे यह समझकर अचंबा न करो कि कोई अनोखी बात तुम पर बीत रही है, पर जैसे जैसे मसीह के दुखों में सहभागी होते हो आनंद करो, जिससे उसकी महिमा के प्रकट होते समय भी तुम आनंदित और मगन हो. पहला पत्रस 4 अध्याय उसका 12 और 13वां पद. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങളിൽ പങ്കുള്ളവരാകുക. और यीशु मसीह के क्लेशों में, दुखों में सहभागी बनना. ഇന്ന് ലോകം മുഴുവൻ ഒരു കഷ്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. आज संसार एक दुख की हालात से होकर गुजर रहा है. എവിടെ നോക്കിയാലും വിഷമങ്ങളുടെ ഒരു അനുഭവങ്ങൾ മാത്രമാണ് കാണുവാൻ और കഴിയുന്നത്. हर तरफ ऐसी खबरें हैं जो हमें दुखी कर देती है. പരീക്ഷകളിലൂടെ മനുഷ്യൻ കടന്നു പോവുകയാണ്. परीक्षाओं में से होकर लोग गुजर रहे हैं. യാക്കോബ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ എഴുതി. याकूब ने अपने पत्री में इस प्रकार से लिखा. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു. 1:12 में इस प्रकार से लिखा है. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. याकूब 1:12 धन्य है वह मनुष्य जो परीक्षा में स्थिर रहता है, क्योंकि वह खरा निकलकर जीवन का वह मुकुट पाएगा जिसकी प्रतिज्ञा प्रभु ने अपने प्रेम करने वालों से की है. അപ്പൊ പരീക്ഷ സഹിക്കുന്നവനാണ് കൊള്ളാവുന്നവനായി തെളിയണം. അതാണ് ഇവിടെ ദൈവം ആഗ്രഹിക്കുന്നത്. और यहाँ पर हम देखते हैं कि प्रभु चाहता है कि परीक्षा में हम स्थिर रहे, न केवल स्थिर रहे लेकिन वहां पर खरा निकलकर हम जीवन का मुकुट पाए. അപ്പൊ 12-ാം വാക്യം കൊള്ളാമോ എന്ന് പരിശോധിച്ചു നോക്കുകയാണ്. और 12वें पद के अंदर वह व्यक्ति खरा है या नहीं उसे परखा जा रहा है. ആമേൻ. ഒരു വാഗ്ദത്തം ചെയ്തത് നൽകപ്പെടുന്നതിന് വേണ്ടി, ലഭിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു ടെസ്റ്റിലൂടെ കടത്തിവിട്ടതിന് ശേഷം പരീക്ഷിച്ചു നോക്കുകയാണ്. एक वायदा करने के बाद में वो वायदा उसके जीवन में कैसे उसे पूर्ण करना है उसे परखा जाता है और उसमें उसे खरा है या नहीं वो जांचा जाता है. പക്ഷേ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ്, അപ്പോൾ അതിൽ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കണം. സന്തോഷമെന്ന് എണ്ണുവീൻ. അപ്പൊ വിശ്വാസത്തിന്റെ സ്ഥിരതയാണ് അവിടെ കാണിക്കുന്നത്. और पहला अध्याय याकूब की पत्री उसके दूसरे और तीसरे पदों के अंदर हम देखते हैं कि यह जानकर कि तुम्हारे विश्वास के परखे जाने से धीरज उत्पन्न होता है. तो यहाँ पर जो परख या जो परीक्षा है वो विश्वास की परीक्षा है जिसके अंदर धीरज उत्पन्न होना है. ഇവിടെ പരിശോധിക്കുന്നത് വിശ്വാസമാണ് പരിശോധിക്കുന്നത്. और यहाँ पर विश्वास को परखा जा रहा है. പക്ഷെ വിശ്വാസം പരിശോധിക്കും, विश्वास को परखा जाता है, അപ്പോൾ തന്നെ ശരീരത്തെയും പരിശോധിക്കും, और शरीर को भी परखा जाता है, കുടുംബത്തെ പരിശോധിക്കും, परिवार को भी परखा जाता है. അപ്പൊ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഇതെല്ലാം പരിശോധിക്കപ്പെട്ടു. अय्यूब के जीवन के हर क्षेत्रों के अंदर वो परीक्षाओं में से होकर गुजरा. ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞിട്ടും
और ये सारी परीक्षाओं में से गुजरने के बाद യോബ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്ന വാക്കാണ് ഏറ്റവും പ്രധാനം. अय्यूब अंत में जो बात कहता है वो अति महत्वपूर्ण बात है. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ വിട്ടുപോവുകയില്ല. अय्यूब कहता है कि वह मुझे मार भी डाले तो भी मैं उसे छोड़कर नहीं जाऊंगा. അപ്പൊ ഈ പത്രോസിനെ ഒന്ന് അവനോട് സാത്താൻ വന്ന് പറയുന്ന പത്രോസിന്റെ കുറിച്ച് യേശുവിന്റെ അടുത്ത് സാത്താൻ വന്ന് പറയുന്ന ഒരു വാക്കിനെ കുറിച്ച് യേശു പറയുന്നുണ്ട്. और यीशु पतरस के बारे में शैतान आकर कुछ बातों को कहता है, वह बातें पतरस को बताता है. അത് പറയുന്നത് ഇങ്ങനെയാണ്: സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് നിന്നെ അവന്റെ കയ്യിലേക്ക് ഞാൻ വിട്ടുകൊടുത്തില്ല. और हम देखते हैं कि यीशु मसीह पतरस से इस प्रकार से कहता है कि शैतान ने चाहा कि जिस प्रकार से गेहूं को फटका जाता है वैसे तुझे फटके, लेकिन तू विश्वास में कमजोर न पड़ जाए, इसलिए मैंने तुझे उसके हाथ में नहीं सौंपा. അപ്പൊ അവിടെ പാറ്റുന്നത് വിശ്വാസത്തെയാണ് പാറ്റുന്നത്. और वहां पर विश्वास को फटका जाता है अर्थात परखा जाता है. യോബിന്റെ വിശ്വാസം മാത്രമല്ല, കുടുംബത്തെ സഹിതം പാറ്റി ശരീരം വരെ പാറ്റിയെടുത്തു. अय्यूब के जीवन को आप देखिए, न केवल उसके विश्वास को, न केवल उसके परिवार को, लेकिन उसके शरीर में भी उसने व्यथा को सहा. അപ്പോൾ പരിശോധന വരുന്നത് നമ്മൾ കൊള്ളാകുന്നവരാണോ എന്ന് അറിയപ്പെടേണ്ടതിന് വേണ്ടിയാണ്. यदि ऐसा है तो मैं और आप जब परखे जाते हैं, क्या हम खरे निकलेंगे या नहीं, उसके लिए परीक्षाओं में से होकर हमें गुजरना पड़ता है. ഇവിടെ ഈ പത്രോസ് തൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, और यहाँ पर पहला पत्रस 4:12 में लिखा है, അത് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. और यहाँ पर मसीह के दुखों में सहभागी होने की बात ഈ कही गई है. ക്രിസ്തുവിന്റെ കഷ്ടം എന്ന് പറഞ്ഞാൽ और मसीह के दुखों में सहभागी होने का अर्थ, അതിന് മൂലഭാഷയിൽ തിലിപ്സിസ് എന്ന് പറയുന്ന ഒരു പദമാണ് और രേഖപ്പെടുത്തിയിരിക്കുന്നത്. उसके लिए यूनानी भाषा में थिलिप्सिस नामक एक पद का इस्तेमाल किया गया है. അതിന് 2 അർത്ഥങ്ങളുണ്ട്. और उसके 2 अर्थ है. അതിൽ ഒരർത്ഥം उसका एक अर्थ വഴങ്ങിക്കൊടുക്കാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. कि जो अपने आप को झुकने नहीं देता है या धीर नहीं सौंपता है, ऐसा एक शब्द है. വഴക്കാനായി വരുന്ന സാഹചര്യങ്ങളെ ഒരു കാരണവശാലും വഴങ്ങിക്കൊടുക്കാതിരിക്കുന്ന ഒരവസ്ഥ. और परिस्थितियां झुकाने का प्रयास कर रही है, लेकिन वो झुकने को तैयार नहीं है. വചനത്തിനെതിരെ നമ്മളെ വഴങ്ങാൻ പ്രേരിപ്പിക്കുമ്പോൾ വചനത്തിനെതിരെ വഴങ്ങാതിരിക്കുന്ന അവസ്ഥ. वचन के खिलाफ हमें झुकाने के लिए जब प्रयास किया जाता है, बिना झुके वहां पर बने रहने की अवस्था. തിരുവചനമാണ് നമ്മെ യേശുവിലേക്ക് നടത്തിയത്. परमेश्वर का वचन हमें यीशु की ओर ले जाता है. ആ യേശുവിലേക്ക് നടത്തിയ ദൈവവചനം, और यीशु की ओर हमारी अगुवाई किया हुआ वह परमेश्वर का वचन നമ്മൾ പോകേണ്ട വഴിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നു. किस मार्ग से हमें गुजरना है उसके बारे में भी हमें वह एहसास दिलाता है. അതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കാൻ വരുന്ന ഏതിനോടും കോംപ്രമൈസ് ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. और उसके खिलाफ हमें भटकाने वाली हर बातों से बिना समझौता किए हुए आगे बढ़ने के लिए यह वचन हमें प्रेरित करता है. പൗലോസ് അതിന് 2 കൊരിന്തി 11-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നുണ്ട്. और पौलुस 2 कुरिन्थी 11वें अध्याय उसके दूसरे पद में इस प्रकार से कहता है, സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടുപോകത്തക്കവണ്ണം. അപ്പൊ ഈ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയിൽ നിന്നും നിർമ്മലതയിലും മാറ്റാൻ നോക്കുമ്പോൾ അതിൽ നിന്ന് വഴങ്ങിക്കൊടുക്കാതിരിക്കുന്ന അവസ്ഥ. और 2 कुरिन्थियों 11वां अध्याय उसके दूसरे और तीसरे पद को यदि आप देखें, वहां लिखा है, मैं तुम्हारे विषय में ईश्वरीय धुन लगाए रहता हूं, इसलिए कि मैंने एक ही पुरुष से तुम्हारी बात लगाई है कि तुम्हें पवित्र कुंवारी के समान मसीह को सौंप दूं. परंतु मैं डरता हूं कि जैसे सांप ने अपनी चतुराई से हव्वा को बहकाया, वैसे ही तुम्हारे मन उस सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए कहीं भ्रष्ट न किए जाए. ഏകാഗ്രതയും നിർമ്മലതയും നഷ്ടപ്പെടുത്താൻ പ്രേരിപ്പിക്കുന്നതിന് വഴങ്ങിക്കൊടുക്കാതിരിക്കുന്ന അവസ്ഥ. सीधाई और पवित्रता से जो मसीह के साथ होनी चाहिए
हमें भटकाने के समय में हम बिना भटके उसमें बने रहने की अवस्था. ആമേൻ. അങ്ങനെ ഒരു അവസ്ഥയാണ്, അതിനെക്കുറിച്ചാണ് ക്രിസ്തുവിന്റെ കഷ്ടം എന്ന് പറയുന്നത്. और ऐसी अवस्था को मसीह के दुखों में सहभागी होना बताया गया है. അത് വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. और ये आसान नहीं है. സാഹചര്യങ്ങൾ അനുകൂലമായി വരുമ്പോൾ അതിനൊപ്പിച്ച് പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ വഴങ്ങിക്കൊടുക്കുന്ന ഒരു അവസ്ഥ മനുഷ്യനിൽ വരാം. और परिस्थितियों के आधार पर अपने आप को बदलने का एक मन मनुष्य जीवन में आता है. എന്നിട്ട് നാം അങ്ങനെ പറയും, അത് നമ്മുടെ ബലഹീനതയാണെന്ന് പറഞ്ഞ് നമുക്ക് ഒരു പക്ഷേ മാറാൻ പറ്റും. और हम कह सकते हैं कि ये तो हमारे जीवन की दुर्बलता है करके हम हाथ से साफ कर सकते हैं. അല്ലെങ്കിൽ പറയാം, എനിക്ക് ഇത്രേ കപ്പാസിറ്റി ഉള്ളൂ എന്ന് എന്റെ ദൈവത്തിന് അറിയാമല്ലോ എന്ന് പറഞ്ഞും വേണേ മാറാം. या हम कह सकते हैं कि मुझ में इतनी ही क्षमता है, मेरा प्रभु जानता है, ऐसा बोलकर भी हम पीछे हट सकते हैं. പക്ഷേ ജീവൻ പോകേണ്ടി വന്നാലും ഈ ദൈവികമായ വചനത്തിന് വിരുദ്ധമായി വരുന്ന വിഷയത്തിൽ ഞാൻ പോവുകയില്ല, ഞാൻ ചേർന്ന് വരികയില്ല എന്നെടുക്കുന്ന അകത്തെ തീരുമാനവും അതിൻ്റെ പ്രകടനവുമാണ് വാസ്തവമായി വഴങ്ങിക്കൊടുക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ लेकिन കഴിയും. प्रियो, मेरे और आपके जीवन के अंदर एक ऐसा गहरा निर्णय, चाहे कितनी भी विपरीत परिस्थितियां क्यों ना आ जाए, मैं प्रभु में सीधाई में पवित्रता में बना रहूंगा, मैं भ्रष्ट नहीं होऊंगा. यह है उस शब्द का अर्थ. വിശ്വാസത്തിൽ കർത്താവിനെ സ്വീകരിച്ച ദൈവമക്കൾക്ക് കുടുംബങ്ങളിൽ നിന്ന്, വ്യക്തികളിൽ നിന്ന്, ദേശത്തിൽ നിന്ന്, അവരായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് അവർക്ക് പുറകോട്ട് പോകാൻ, യേശുവിനെ തള്ളിപ്പറഞ്ഞ് മടങ്ങിപ്പോകുവാൻ അവരുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ചലഞ്ചസിനോട് ഒരു കോംപ്രമൈസ് കാണിക്കാതെ അവർ നിൽക്കുന്നതിനെയാണ് പറയുന്നത് വഴങ്ങിക്കൊടുക്കാതിരിക്കുക. और जब आपके व्यक्तिगत जीवन में आपके विश्वास के खिलाफ जब आवाजें उठती है, चुनौतियां आती है, वहां पर बिना थके, बिना हार माने, जब आप बने रहते हैं एक निर्णय के साथ में कि मैं समझौता नहीं करूंगा, वचन में मैं बना रहूंगा, वह है मसीह के दुखों में सहभागी होने की अवस्था. അതാണ് യേശുവിന്റെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കഷ്ടം എന്ന് പറയുന്നത്. और वह है मसीह का दुख. അങ്ങനെ വഴങ്ങിക്കൊടുക്കാതിരിക്കുമ്പോൾ അവരുടെ സമ്പത്തുകൾ നഷ്ടപ്പെടും, അവരുടെ ബന്ധങ്ങൾക്ക് നഷ്ടം വരും, അവരുടെ ലഭ്യമാകപ്പെടേണ്ട സർവ്വ ആനുകൂല്യങ്ങളും ഭൂമിയിലുള്ളത് അവർക്ക് നഷ്ടപ്പെടും. പക്ഷെ എന്തു നഷ്ടം വന്നാലും അവർ വഴങ്ങിക്കൊടുക്കാതിരിക്കുന്ന ആ പ്രവണതയാണ് ക്രിസ്തുവിന്റെ കഷ്ടമെന്ന് പറയുന്നത്. प्रियो, जब मैं और आप वचन के लिए खड़े रहते हैं, हो सकता है नुकसान उठाना पड़े, हमारे अपने हमसे मुंह मोड़ दे, हमें धन संपत्ति का नुकसान उठाना पड़े, कई चीजें जो इस संसार की उन्हें आपको छोड़ना पड़ेगा, लेकिन वहां पर आप मसीह के दुखों में सहभागी होकर आप बने रहेंगे तो आप उस परीक्षा में खरे निकल पाओगे. യേശുവിനെ സ്വീകരിച്ചത് നിമിത്തം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടെന്ന് വരാം, നിങ്ങൾക്ക് നഷ്ടങ്ങൾ വന്നെന്ന് വരാം, മറ്റുള്ള പല കാര്യങ്ങളിലും നിങ്ങളെ പങ്കെടുപ്പിക്കാതെ ജീവിതത്തിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി ഭാരപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ വന്നു തരാം. എന്നാൽ യേശുവിനെ വിട്ടുപോകാതെ ജീവൻ പോകേണ്ടി വന്നാലും ഞാൻ യേശു ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ആ തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ, കർത്താവിന്റെ വചനം പറയുന്നു, ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ പങ്കാളികളാകും തോറും നിങ്ങൾ സന്തോഷിക്കുവീൻ. प्रियो, मैं और आप बगैर समझौता के सीधाई और पवित्रता में हम बने रहेंगे, चाहे नुकसान उठाना पड़े, चाहे अकेला हो जाना पड़े, चाहे लोग हमें गलत समझे, लेकिन प्रभु के वचन में, सीधाई में, पवित्रता में यदि मैं और आप बने रहेंगे, इस वचन के आधार पर मैं कहना चाहूंगा, जैसे जैसे मसीह के दुखों में सहभागी होते हैं, हमें आनंद करना है. അതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കുള്ളവരാകുകയാണ്. उसका अर्थ क्या है? जो दुख मसीह ने उठाया, आप उस दुख में आप सहभागी हो रहे हैं. ഈ ഭാഗങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ ഈ സൂമിലൂടെ ആയതുകൊണ്ട് എനിക്ക് സമയപരിമിതിയുണ്ട്. സോറി, അത്രയും എനിക്ക് അവിടെ നിർത്താനേ കഴിയത്തുള്ളൂ. और अधिक मैं उसका विस्तार वहां पर नहीं करना चाहता. ഇതിന്റെ രണ്ടാമത്തെ അർത്ഥം, उसका दूसरा एक अर्थ, നമ്മളെ ഞെരുക്കുന്നത് എന്നാണ് അർത്ഥം. जो बातें हमें दबा देती है, हमें सकेती में डाल देती है. ഒന്ന് നമ്മൾ വഴങ്ങിക്കൊടുക്കാതെ നിൽക്കുന്നു. पहला, हम बिना झुके, बिना दबे हम खड़े रहते हैं. യേശുവിനെ തള്ളി പറയണമെന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ തള്ളി പറയത്തില്ല. यीशु को इनकार करना है, हम कहते हैं नहीं, हम इनकार नहीं करेंगे. നിന്നെ ഞങ്ങളുടെ വീട്ടിൽ കയറ്റത്തില്ല, तुझे घर में नहीं घुसाएंगे, ഈ ഗ്രാമത്തിൽ നിന്നെ കയറ്റത്തില്ല, इस गांव में तुझे नहीं रहने देंगे, ഒരു കാര്യത്തിലും നിന്നെ അടുപ്പിക്കത്തില്ല. किसी बात में तुझे पास
नहीं रखेंगे, എന്നെ എന്ത് ചെയ്താലും ശരി ഞാൻ യേശുവിനെ വിട്ടു മാറുകയില്ല, വഴങ്ങിക്കൊടുക്കാതെ നിൽക്കുക. कुछ भी हो जाए मैं यीशु को नहीं छोड़ूंगा, नहीं दबूंगा, ऐसा एक निर्णय. അതാണ് ഒന്നാമത്തെ ഭാഗം. वो था पहला भाग. പക്ഷെ രണ്ടാമത്തെ ഭാഗമോ लेकिन दूसरा भाग, നമ്മെ ഞെരുക്കുകയാണ്, ഞെരുക്കുന്നത്. और जो बातें हमें उलझा रही है, जो बातें हमें दबा रही है, ആമേൻ. നമ്മുടെ ജീവിതത്തെ മുഴുവനും ഞെരുക്കപ്പെടുകയാണ്. हमारा जीवन मानो सकेती में से होकर गुजर रहा है. നമ്മുടെ ജീവിതത്തിന്റെ ആമേൻ കുടിവെള്ളം മുട്ടിക്കുന്നു, हमें पानी नहीं मिल रहा, ആമേൻ. ആഹാര സാധനങ്ങൾ ലഭിക്കാതിരിക്കുന്നു, भोजन वस्तु नहीं मिल रही, ആമേൻ. പോകാനും വരാനും കഴിയാതിരിക്കുന്നു, हम आना जाना नहीं कर पा रहे, മാനസികമായി നമ്മളെ വളരെയേറെ സംഘർഷത്തിലാക്കുന്നു, हम मानसिक संघर्ष में से गुजर रहे हैं, ആമേൻ. അകത്തോ പുറത്തോ നമുക്ക് യാതൊരു വിധമായ സഹകരണങ്ങളില്ലാതെ വരുന്നു. अंदर और बाहर कोई हमसे सहभागिता नहीं रख रहा. ഇന്നലെ വരെ നമ്മോട് സംസാരിച്ചവർ നമ്മോട് സംസാരിക്കാതിരിക്കുന്നു. कल तक जिन्होंने हमसे बातचीत की, आज भी हमसे बातचीत नहीं कर रहे. സ്വന്തം പിതാവ് പോലും മറന്നു പോകുന്ന സ്ഥിതി നമുക്കുണ്ടാകുന്നു. हमारे अपने माता पिता भी हमें भूल जाने की हालातें हो जाएगी. ആരും നമ്മുടെ ജീവിതത്തിൽ എന്താണ് എന്ന് നമ്മളോട് ചോദിക്കാതിരിക്കുന്നു. कोई भी यह भी नहीं पूछेगा कि कैसे हो, ऐसी हालात. പോകുമ്പോൾ നമ്മളെ കൈകൊട്ടി പരിഹസിക്കുന്നു. जब हम जाते हैं तो ताली बजाकर हमारा मजाक उड़ाते हैं. ശരിക്കും പറഞ്ഞാൽ നമ്മളെ വല്ലാതെ ഞെരുക്കുകയാണ്. हमें हर तरह से मानो एक सकेती में हमें सीमित कर दिया गया है. ജീവിതത്തിനകത്ത് ഇതുപോലെ ഞെരുങ്ങുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, യേശുവിന്റെ കഷ്ടങ്ങളിൽ നിങ്ങൾ പങ്കുചേരുകയാണ്, നിങ്ങൾ സന്തോഷിക്കുക. जीवन में इस प्रकार की अवस्था से यदि आप गुजर रहे हैं, आज की सुबह हम आपसे कहना चाहेंगे, मसीह के दुखों में आप सहभागी हो रहे हैं, इसको आनंद की बात समझो. എന്തിനാണ് ഇങ്ങനെ ഞെരുക്കുന്നത്? क्यों आप इस प्रकार से उलझ रहे हैं? ഈ ഞെരുക്കും തോറും ദൈവം ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ആ പദവിയിൽ എത്തുന്നതിന് വേണ്ടിയാണ് ദൈവം നിങ്ങളെ ഇതിന് അനുവദിക്കുന്നത്. और जितना आप परखे जाते हैं, उतना परमेश्वर जिस खराई में आपको बनाना चाहता है, उस स्थान की ओर, उस सिद्धता की ओर आप आगे बढ़ते जाते हैं, और प्रभु उस मुकाम पर आपको पहुंचाना चाहता है. इसलिए इन विपरीत परिस्थितियों की अनुमति प्रभु आपके जीवन में देता है. ഈ ഞെരുക്കങ്ങൾ വരുമ്പോൾ, और जब इस प्रकार के क्लेश जब आपके जीवन में आते हैं, നീ എടുത്ത തീരുമാനത്തിൽ നിന്നും മാറിയിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടിയാണ് ഈ ഞെരുക്കം. और प्रभु चाहता है कि आप अपने आप को परखे, जो निर्णय तूने लिए थे, कहीं उन निर्णयों से तो दूर तो नहीं चला गया. ഈ ഒരു ആടിപ്പോകുന്നുണ്ടോ, മനസ്സ് ആകുലപ്പെടുന്നുണ്ടോ എന്ന് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഞെരുക്കം വന്നത്. कहीं ऐसा तो नहीं कि विपरीत परिस्थितियों में हमारा मन बहकने लग जाए या हमारा मन भटकने लग जाए. അതിനാണ് ജീവിതത്തിൽ ഈ ടെസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. और इसीलिए जीवन में ये परीक्षाओं में से होकर हम गुजरते हैं. അതുകൊണ്ടാണ് 1 പത്രോസ് 1:13 പറഞ്ഞത്. इसीलिए पहला पत्रस 1:13 में इस प्रकार से लिखा है. ആമേൻ. 1:13 ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച്, और लिखा है कि इस कारण अपनी अपनी बुद्धि की कमर बांधकर നിർമ്മതരായി യേശുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുക. सचेत रहकर उस अनुग्रह की पूरी आशा रखो जो यीशु मसीह के प्रकट होने के समय तुम्हें मिलने वाला है. നിങ്ങളുടെ മനസ്സ് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. हमारा मन विचलित हो सकता है. കൂടെ വരുന്ന ഞെരുക്കങ്ങളും കൂടെ വിശ്വാസത്തിന് നേർക്കു വരുന്ന പ്രശ്നങ്ങളും നമ്മുടെ മനസ്സിനെ ഇളക്കിക്കളയാൻ സാധ്യതയുണ്ട്. हमारे विश्वास के खिलाफ आने वाली परीक्षाएं और चुनौतियां हमें बहका सकती है. ആമേൻ. ഇളക്കിക്കളയാൻ സാധ്യതയുള്ളത് കൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഉറപ്പിച്ചു പറയുകയാണ്. കാരണം തന്റെ ജീവിതത്തിൽ മനസ്സിനെ ഇളക്കിയ സാഹചര്യങ്ങളുടെ അനുഭവം വെച്ചാണ് പത്രോസ് ഈ ലേഖനം എഴുതുന്നത്. और पतरस अपने जीवन के उन अनुभवों को याद करते हुए, जहां पर वो चुनौतियों के सामने बिखर गया था, उन बातों को याद करते हुए इन पत्रियों को लिखता है. ആമേൻ. മർവ മലയിൽ കർത്താവിനോട് കൂടെ ഇരിക്കുകയും മർവ മലയിൽ കർത്താവിന്റെ തേജസ് കാണുകയും, ആമേൻ, കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷം മർവ മലയിൽ വെച്ച്, ഗുരോ, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, അങ്ങയ്ക്കും ആമേൻ ഇവർക്കും വേണ്ടി ഒരു അതേ കൂടാരം ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ പത്രോസിന്റെ പോലും മനസ്സിളകിപ്പോയി. आप देखिए, रूपांतर के पहाड़ के ऊपर यीशु मसीह को उस तेजोमय रूप के अंदर उसने देखा, और मूसा और एलिया को देखा, और उसने इस प्रकार से कहा था कि हे गुरु, यहाँ पर रहना हमारे लिए उत्तम है, क्यों ना हम यहाँ पर मंडप को बना दे. इतना दिव्य दर्शन को देखा हुआ पतरस भी जीवन की विपरीत परिस्थितियों के मध्य में
विचलित हो गया था। അതുകൊണ്ടാണ് എഴുതിയത് നിങ്ങളുടെ മനസ്സളകരുത്. और इसीलिए वो लिख रहा है कि अपनी अपनी बुद्धि की कमर बांध दो, മനസ്സളകിയാൽ തള്ളിപ്പറയേണ്ടി വരും. क्योंकि यदि आपका मन विचलित हो जाएगा आप यीशु को ठुकरा दोगे, എനിക്കവനെ അറിയത്തില്ലെന്ന് പറയേണ്ടി വരും. आप कह दोगे मैं उसे नहीं जानता, അവസാനം ആണയിടാനും പ്രാകാനും തുടങ്ങിയെന്ന് വരും. और अंत में यीशु के खिलाफ गलत बातें भी बोलने चले जाओगे। അതുകൊണ്ട് മുന്നറിയിപ്പ് നൽകുകയാണ്, നിങ്ങളുടെ മനസ്സളകി പോകരുത്. और इसीलिए पहले से पूर्व चेतावनी दी जाती है कि तुम्हारी बुद्धि की कमर बांध कर रखिए। വഴങ്ങേണ്ട സാഹചര്യങ്ങളും ഞെരുക്കുന്ന സാഹചര്യങ്ങളും വന്നാലും മനസ്സളകരുത്. और जीवन की चाहे कितनी भी हिलाने वाली परिस्थितियां क्यों ना आ जाए, लेकिन वहां पर सचेत आप बने रहिए। ഈ പാൻഡമിക് കാലഘട്ടങ്ങളിൽ ആ ഒരൊറ്റ സഹോദരങ്ങളുടെയും മനസ്സളകി പോകരുത്. और इन महामारियों के दौर में कोई भी हिलने न पाए, कोई भी व्याकुल न होने पाए। ഈ രോഗം, ഈ പ്രശ്നം, ഈ പ്രതിസന്ധി നിങ്ങളുടെ മനസ്സിനെ ഇളക്കാൻ സാധ്യതയുണ്ട്. और ये बीमारी, ये महामारी हो सकता है आपके मन को थका दे। ദീർഘനാളുകളായി തമ്മി കാണുകയോ സഹകരിക്കുകയോ മറ്റുള്ള ഇതര കാര്യങ്ങൾക്ക് ചെയ്യാനോ കഴിയാതെ നിങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്നെങ്കിൽ നിങ്ങളെ ഉറപ്പിക്കാനാണ് ഇന്നു പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സന്ദേശം തരുന്നത്. जीवन में अकेलेपन के दौर से होकर मैं और आप कई दिनों से गुजर रहे हैं, हम एक दूसरे से दूरियां बनाए रखे हैं। ऐसे समयों में संभावना है कि हम विचलित हो जाए, लेकिन परमेश्वर चाहता है कि हम मजबूती के साथ में, स्थिरता के साथ में बने रहे। हमें स्थिर करने के लिए प्रभु का आत्मा यह वचन आज सुबह हमें देता है। ആമേൻ. പത്രോസ് ഈ ലേഖനം എഴുതുന്നത് ആർക്കെന്നൂടെ ഞാൻ ഓർപ്പിച്ചു തരാം. पत्रस किसके लिए इन पत्रियों को लिखता है? ഇവിടെ 5 രാജ്യങ്ങളിൽപ്പെട്ടവർക്കായി ഈ ലേഖനം എഴുതുന്നതായി കാണുവാനായിട്ട് കഴിയും. और उसके पहले पत्र के अंदर हम देखते हैं कि 5 राज्यों में रहने वाले लोगों के नाम पत्रस इस पत्री को लिखता है। പൊന്തോസ്, ഗലാത്യ, കപ്പദോക്യ, ആസിയ, ബിഥുന്യ എന്നിങ്ങനെയുള്ള ആ സ്ഥലങ്ങളിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതുന്നത്. और पत्रस वहां लिखता है कि पहले पद में पुंतुस, गलातिया, कप्पदोकिया, आसिया और बिथुनिया में जो लोग तितर बितर होकर रहते, उनके नाम इस पत्री को वो लिख रहा है। ഈ വിവിധ ഇടങ്ങളിൽ ചിതറിപ്പാർക്കുന്നവർക്ക് വേണ്ടി എഴുതുകയാണ്. अलग अलग स्थानों में जो लोग अकेले अलग थलग पड़े हुए हैं, उनके नाम इस पत्री को वो लिखता है। ചുരുക്കി പറഞ്ഞാൽ പരിശോധനകൾക്കകത്തൂടെ ചിതറിപ്പോയവരുണ്ട്, അവർക്ക് വേണ്ടിയാണ് എഴുതിയത്. और उसका सार इस प्रकार से, जीवन की परीक्षाओं में जो लोग तितर बितर हो गए, उन लोगों के नाम, उन कमजोर पात्रों के नाम इस पत्री को संबोधित किया गया है। ആമേൻ. ഒന്നിച്ചു നിന്നവർ വിവിധ ഇടങ്ങളിലേക്ക് ചിതറിപ്പോകേണ്ട സാഹചര്യങ്ങൾ വന്നു. और एक साथ रहने वाले लोग अलग अलग स्थानों में तितर बितर हो गए, അവരെ ഉറപ്പിച്ചു നിർത്താൻ ഇത് എഴുതുകയാണ്. उनको स्थिरता में खड़े रहने के लिए पत्री लिखी गई है। രണ്ടാമത് എഴുതിയത്, ഒന്നാമത് ഈ വന്ന അവർക്കുടെ ജീവിതത്തിൽ വന്ന അഗ്നിശോധനയിൽ അവർ ചിതറിപ്പോയി. और उनके जीवन में जो अग्नि के समान जो परीक्षा आई, उस दुख रूपी अग्नि के अंदर ये लोग तितर बितर हो गए थे। 2, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ച് പറയുന്നത് അവർ പരദേശികളാണെന്നാണ് പറയുന്നത്. और दूसरा हम वहां पर देखते हैं कि वे परदेशी थे, ऐसा लिखा है। ഒരു പരദേശിയുടെ ചിന്ത എത്രയും വേഗം എന്റെ വീട്ടിലെത്തണമെന്നുള്ള ചിന്തയാണ്. और एक परदेशी के दिल की चाहत है जितना जल्दी हो सके मैं मेरे स्वदेश में, मेरे निवास स्थान में मैं पहुंच जाऊं। പരദേശി പറയുന്ന വാക്ക് ഇങ്ങനെയാണ്, ഇതെന്റെ ദേശമല്ല. परदेशी की एक ही पुकार है, यह मेरा स्वदेश नहीं है। എന്റെ സ്വദേശമല്ലിത്, എന്റെ സ്വദേശത്തേക്ക് എത്രയും വേഗം എനിക്ക് ചെന്നെത്തണം. यह मेरा स्वदेश नहीं है, मेरे स्वदेश पे मुझे अतिशीघ्र पहुंचना है। ഈ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമക്കൾ ഓർക്കപ്പെടേണ്ടത്, എത്രയും വേഗം നിന്റെ സ്വദേശത്തെത്താനുള്ള ഒരുക്കം വേണം. और इन विपरीत परिस्थितियों में से होकर जब मैं और आप गुजर रहे हैं, प्रियो, हमारे अंदर से एक ही विचार उठता है, अतिशीघ्र हमें हमारे निवास स्थान, हमारे स्वदेश में पहुंचना है। പരദേശി എന്ന് പറഞ്ഞാൽ വന്നു പാർക്കുന്നവൻ എന്നർത്ഥം. परदेशी शब्द का अर्थ है कहीं और से आकर निवास करने वाला व्यक्ति। കുറച്ചു സമയത്തേക്ക് നാം ഇവിടേക്ക് വന്ന് താമസിക്കുകയാണ്. कुछ तात्कालिक समयावधि के लिए हम आकर यहाँ रह रहे हैं। ഈ വന്നു പാർക്കുന്ന വ്യക്തി അവസാനം അവന്റെ സ്വന്തം ദേശത്തേക്ക് പോകുന്നു. कुछ समय के बाद में वह अपने स्वदेश में वापस चला जाएगा। ആമേൻ. അബ്രഹാം അതുപോലെ കുറിച്ച് പറഞ്ഞു, ദൈവം ശില്പിയായും അടിസ്ഥാനമുള്ളതുമായ ഒരു പട്ടണമാണ് എന്റെ സ്വദേശം. अब्राहम उसके बारे में कहता है कि एक ऐसा नगर जिसका शिल्पी रचयिता स्वयं परमेश्वर है, उस नगर के लिए मैं यात्रा कर रहा हूं। അതുകൊണ്ട് താൻ ഒരു പരദേശിയെ പോലെ ജീവിച്ചു. और इसलिए वो एक परदेशी
लेकिन आई उसने जीवन यापन किया। ഈ യാക്കോബിനോട് ആമേൻ ഫറവോൻ ചോദിക്കുകയാണ് വയസ്സ് എത്രയായി എന്ന് ചോദിച്ചു. और याकूब से फिरौन पूछता है तेरी उम्र कितनी हुई? അപ്പോൾ യാക്കോബ് പറയുന്നത് എന്റെ പരദേശ പ്രയാണ യാത്രയിൽ എന്നാണ് പറയുന്നത്. और याकूब उसका उत्तर देता है कि मेरे परदेशी के जीवन यात्रा में इस प्रकार से अपनी आयु को बताता है। സഹോദരങ്ങളെ, ഇവിടെ നമ്മുടെ വാസം ഒരു പരദേശവാസമാണ് എന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുകയാണ്. प्रियो, इस संसार में हमारा जीवन काल एक परदेशी के समान हम जीवन व्यतीत कर रहे हैं। ഇതേ അർത്ഥത്തിൽ പത്രോസ് 1 പത്രോസ് 2:10 വാക്യത്തിൽ പത്രോസ് ഓർപ്പിക്കുകയാണ്. और दूसरे अध्याय उसके 10वें पद में पत्रस याद दिलाता है, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായി നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന എന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നു. और 11वें पद में, हे प्रियो मैं तुमसे विनती करता हूं कि तुम अपने आप को परदेशी और यात्री जानकर उन सांसारिक अभिलाषाओं से जो आत्मा में युद्ध करती है बचे रहो। ഞാനൊരു പ്രവാസിയാണെന്ന് പഠിപ്പിക്കുന്നു. वह कह रहा है कि मैं एक यात्री हूं। പ്രവാസി എന്ന് പറയുന്നത് ആമേൻ സ്വന്തം ഇഷ്ടത്തിന് അവിടെ ജീവിക്കാൻ കഴിയുകയില്ല. और एक यात्री अपनी इच्छा से वहां पर जीवन यापन नहीं कर सकता। പക്ഷേ ഒരു അന്യ രാജ്യത്താണ് താൻ താമസിക്കുന്നത്. वह किसी दूसरे देश का निवासी है। ആമേൻ അതിന്റെ ആശയങ്ങളിൽ തന്നെ നോക്കുമ്പോൾ പരദേശിയെ സംബന്ധിച്ചിടത്തോളവും വന്നു പാർക്കുന്നവൻ എന്ന അർത്ഥം അവിടെയുണ്ട്. और परदेशी भी कहीं बाहर से आकर निवास करने वाला व्यक्ति। അവിടെ നല്ല വീട് കിട്ടുക കാണും, उसे अच्छा मकान मिला होगा, അവിടെ നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ടാകാം. अच्छी सुविधाएं मिली होगी। എന്റെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വീട് കിട്ടിക്കാണും, നല്ല ഭാര്യയെ കിട്ടിക്കാണും, പരദേശ പ്രയാണ യാത്രയിൽ മക്കളെ കിട്ടിക്കാണും, വാഹനങ്ങൾ കിട്ടിക്കാണും, ഇതര സൗകര്യങ്ങളെല്ലാം കിട്ടിക്കാണും. और इस संसारिक जीवन यात्रा के अंदर परिवार मिला होगा, बच्चे मिले होंगे, पत्नी मिली होगी, घर मिला होगा, सारी सुविधाएं मिल चुकी होगी। എന്റെ പരദേശ പ്രയാണ യാത്രയിൽ എനിക്കൊരു ഭാര്യയെ കിട്ടി, ഒരു രണ്ട് മക്കളെ കിട്ടി, അതിലൊരാളുണ്ട്, വീട് കിട്ടി, ഓടിക്കാൻ വണ്ടി കിട്ടി, പക്ഷേ ഞാനൊരു പരദേശിയാണ്. और मेरी इस परदेशी यात्रा के अंदर प्रभु ने मुझे एक पत्नी दी, 2 बच्चे दिए, जिसमें से एक बच्चा जीवित है, रहने के लिए घर दिया, गाड़ी दिया, लेकिन फिर भी मैं एक परदेशी हूं। ഞാൻ എന്റെ വീടിനെ നോക്കി യാത്ര ചെയ്യുകയാണ്. मेरे उस स्वर्गीय देश को देखकर मैं यात्रा कर रहा हूं। ആമേൻ. ഇവിടെ അപ്പോൾ ഒരു പരദേശിയുടെ ആഗ്രഹം, एक परदेशी के दिल की इच्छा എത്രയും വേഗം വീട്ടിലെത്തണം, സ്വന്തം വീട്ടിലെത്തണമെന്നാണ്. जितना जल्दी हो सके मुझे मेरे निज देश में पहुंचना है। യഥാർത്ഥമായി വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിന്റെ അകത്തെ ചിന്ത ഇത് തന്നെയായിരിക്കും. एक उद्धार पाए हुए, नया जन्म पाए हुए प्रभु के बच्चे के दिल की इच्छा यही होगी कि मुझे मेरे देश में पहुंचना है। അപ്പൊ ഇവിടെ 12ാമത്തെ വാക്യം കഴിഞ്ഞതിന് ശേഷം 13ാമത്തെ വാക്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവരുമ്പോൾ, और 13वें पद में जब हम आते हैं, ആമേൻ, ആ വാക്യങ്ങൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ वहां पे इस प्रकार से लिखा है, സന്തോഷിക്കുവീൻ എന്ന് പറയുന്ന അങ്ങനെ അവന്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിപ്പാൻ ഇടവരും. അവന്റെ അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ആ വാക്യം, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകും തോറും സന്തോഷിച്ചു കൊള്ളുവീൻ, അങ്ങനെ നിങ്ങൾ അവന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയിൽ ഉന്നസിപ്പാനിടവരും. पहला पत्रस 4:13, पर जैसे जैसे मसीह के दुखों में सहभागी होते हो आनंद करो, जिससे उसकी महिमा के प्रकट होते समय भी तुम आनंदित और मगन हो। അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എന്റെ വീട്ടിലെത്തുമെന്നുള്ള പ്രത്യാശയാണ് എന്നെ ഇവിടെ ജീവിക്കുവാനുള്ള സമയങ്ങൾ ഓടി നടന്ന് കർത്താവിനെ കുറിച്ച് പറയാൻ പ്രേരിതമാക്കുന്നത്. और मेरे घर के प्रति जो आशा मेरे अंदर है वह मुझे प्रेरित करती है इस संसारिक जीवन यात्रा में उस अनंत घर के बारे में मैं अन्य लोगों को बता सकूं। എന്താണ് ആ പ്രത്യാശ എന്ന് പറയുന്നത്? और वह आशा क्या है? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വമാണ് യഥാർത്ഥത്തിൽ ഈ പ്രത്യാശ. और शरीर का उद्धार यानी वो पुत्रत्व है, वो वास्तविक आशा। ആദ്യമായി ആത്മാവ് വന്നു നമ്മെ നീതീകരിക്കുന്ന സമയം മുതൽ ആ പുത്രത്വത്തിനായി നാം ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. और जब हमारी आत्मा का उद्धार होता है, हमारे अंदर एक धार्मिकता प्रभु की ओर से स्थापित होती है, तब से इस शरीर के उद्धार के लिए हम कराहते रहते हैं। ആ സമയം മുതൽ ഉള്ളിൽ ഇങ്ങനെ ആത്മാവ് ഞരങ്ങിക്കൊണ്ടിരിക്കുകയാണ്. और उस पल से लेकर हमारी आत्मा भीतर से कराहती रहती है। ഒരു ദൈവ പൈതലിന്റെ ഉള്ളിൽ ആ ഒരു ഞരക്കമുണ്ടാകും. और हर प्रभु के बच्चे के अंदर वो कराहना होगा। എന്തുവാ ഞരക്കമെന്ന് ചോദിച്ചാൽ, എന്തുവാണ് ഈ ഞരക്കമെന്ന് ചോദിച്ചാൽ അതിനൊരു
ഒരു 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 ചെറിയ ഉദാഹരണം ഞാൻ പറയാം. और वो कराहना क्या है यदि आप पूछे तो उसका एक उदाहरण मैं देना चाहूं. ഞാൻ ഈ പ്രസംഗം അങ്ങ് നീട്ടിക്കൊണ്ട് പോകാന്ന് വെച്ചു. मान लीजिए मैं ये संदेश लंबा करता जाता हूं, बहुत देर तक बोलता जाता हूं. അരമണിക്കൂർ എന്നുള്ള 1 മണിക്കൂറായി, 1 മണിക്കൂർ 2 മണിക്കൂറായി, അങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ आधा घंटे का समय था वो 1 घंटा मैंने कर दिया, 1 घंटे को 2 घंटा मैंने कर दिया तो എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ? आपके मन में क्या विचार जाएगा? ഇതൊന്ന് നിർത്തി കിട്ടിയാ മതി എന്നുള്ള ഒരു ഞരക്കം നിങ്ങളുടെ അകത്ത് കാണും. आपके अंदर से एक आवाज आएगी कि प्रचार बंद हो जाए, बहुत लंबा हो गया. അതാ ഞരക്കം. ഇതൊന്ന് നിർത്തി കിട്ടിയാ മതിയായിരുന്നു. और वह है वो कराह कि ये बंद हो जाए. ഒരു ഭക്തന്റെ ജീവിതത്തിന്റെ അകത്തെ ഞരക്കം എന്ന് പറയുന്നത് ഇതൊന്ന് നിർത്തി കിട്ടിയാ മതിയായിരുന്നു. और एक भक्त के अंदर की कराह है, प्रभु ये सांसारिक जीवन मेरा थम जाने पाए, वह है उसकी कराह. ഇതാണ് അവന്റെ ലക്ഷ്യം. और उसके जीवन का लक्ष्य वो होना चाहिए. ഇതാണ് അവന്റെ പ്രത്യാശ. उसके जीवन की आशा वो होनी ഇതൊന്നും चाहिए. നിർത്തി കിട്ടിയാ മതിയായിരുന്നു. എനിക്ക് എന്റെ വീട് പറ്റണം. ये सांसारिक जीवन थम जाने पाए ताकि मेरे स्वर्ग के निवास में मैं पहुंच जाऊं. ഇന്ന് പകൽ ഈ പ്രത്യാശ ഉള്ളിലില്ലെങ്കിൽ ഈ സഭായോഗത്തിൽ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിച്ചോർപ്പിക്കപ്പെടട്ടെ, നിങ്ങളുടെ ഉള്ളിൽ ഈ ഒരു പ്രത്യാശ ജനിക്കട്ടെ. प्रियो, यदि आपके अंदर ये आशा नहीं है तो आज मैं आपसे कहना चाहूंगा, मेरे और आपके अंदर इन दिनों में ये आशा परमेश्वर प्रदान करने पाए. ആമേൻ. ദൈവം ഇതിനിടയിലാണ് നാം പ്രതീക്ഷിക്കാത്ത സന്ദർഭങ്ങളിൽ ഒരു അപൂർവ കാര്യം ഒന്ന് ഭവിക്കുന്നത്. और ऐसे समयों में अनोखी बात जब हम पर बीतती है, हमें अचंबा नहीं करना है. എന്തുവാ ഈ അപൂർവ കാര്യം? ये अनोखी बात कौन सी है? ഇതെന്തുകൊണ്ടാ സംഭവിച്ചത്? ये क्यों हुआ? ഇതെന്തുകൊണ്ട് വന്നു? ये क्यों आया? ഇതെങ്ങനെ സംഭവിച്ചു? ये कैसे हुआ? ഈ ചോദ്യമാണ് ഒരു അപൂർവ കാര്യം. और ये सवाल ही अनोखी बात. ആമേൻ. ഉള്ളിൽ വീണ്ടെടുപ്പിന്റെ ഞരക്കം, अंदर उद्धार की कराह. അപ്പൊ ബാഹ്യമായ നിലയിൽ ഇതെന്തുകൊണ്ട് സംഭവിച്ചു? तो ये बाहरी तौर पर ये सब क्यों हो रहा है? എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പാൻഡമിക് കാലഘട്ടങ്ങളിൽ ലോകത്തിന്റെ 5 വൻകരകളിൽ വന്നു സംഭവിച്ചിരിക്കുന്ന ഈ സാഹചര്യങ്ങൾ എന്താണെന്ന് ഇന്ന് പകൽ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ നാം പറയുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? आज विश्व राज्यों में इस प्रकार की महामारी अपने तांडव को फैला रही है. एक सवाल हम सबके अंदर से उठ रहा है, प्रभु ऐसा क्यों हो रहा है? ഇതൊരു അപൂർവ കാര്യമാണ്. यह एक अनोखी बात है. ഒരുവനെ കാണാൻ കഴിയുന്നില്ല. एक व्यक्ति दूसरे व्यक्ति को देख नहीं पा रहा. ഒരാൾക്ക് ഒരാളെ അടുത്ത് ചെല്ലാൻ കഴിയുന്നില്ല. एक व्यक्ति दूसरे व्यक्ति के करीब नहीं जा पा रहा. ഒരു വീട്ടിൽ വേറൊരു വീട്ടിൽ ബന്ധുക്കൾക്ക് പോലും സഹോദരങ്ങൾക്ക് പോലും അന്യോന്യം അവരവരുടെ വീടുകളിൽ പ്രവേശിക്കാൻ കഴിയുന്നില്ല. एक भाई अपने दूसरे भाई से अपने घर में नहीं मिल पा रहा. യാത്ര ചെയ്യാൻ കഴിയുന്നില്ല. यात्रा नहीं कर पा रहा. ഈ അപൂർവ കാര്യമാണിത്. यह एक अनोखी बात है. ആമേൻ. മരിച്ചുപോയവരുടെ മുഖം പോലും കാണാൻ കഴിയാത്ത സാഹചര്യം. मृत शरीरों का चेहरा भी नहीं देख पा रहे, ऐसी हालात. അപ്പോൾ ഈ വലിയ, ഞാനത് വിസ്തരിക്കുന്നില്ല സമയപരിമിതി കൊണ്ട്, ഈ ഒരു അപൂർവ കാര്യം വന്നു ഭവിച്ചിരിക്കുന്നു എന്ന് കരുതി നിങ്ങൾ അധൈര്യപ്പെടരുത്. നിങ്ങളുടെ ഉള്ളിലൊരു വലിയ ഞരക്കമുണ്ടാകട്ടെ. और ये अनोखी बात होने पर आपको अचंभित नहीं होना है. हमारे अंदर से कराह ना उठने पाए. ആമേൻ. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. 1 യോഹന്നാൻ 3-ാം അധ്യായം 2-ാം വാക്യം. पहला यूहन्ना 3:2. ആ വാക്യം ഇങ്ങനെയാണ്. और वहां पर इस प्रकार से लिखा है. അതെ പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാകുന്നു. हे प्रियो, अब हम परमेश्वर की संतान हैं. നാം എന്താകും? और अभी तक यह प्रकट नहीं हुआ. നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. अभी तक यह प्रकट नहीं हुआ कि हम क्या कुछ होंगे. അവൻ പ്രത്യക്ഷനാകുമ്പോൾ इतना जानते हैं कि जब वह प्रकट होगा നാം അവനെ താൻ ഇരിക്കും പോലെ കാണുന്നതാകൊണ്ട് तो हम उसके समान होंगे. അവനോട് സദൃശ്യനാകുമെന്ന് നാം അറിയുന്നു. क्योंकि उसको वैसा ही देखेंगे जैसा वह है. അടുത്ത വാക്യം വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കണം. और तीसरा पद अति महत्वपूर्ण पद है. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. और जो कोई उस पर यह आशा रखता है वह अपने आप को वैसा ही पवित्र करता है जैसा वह पवित्र है. അവനിൽ ഈ പ്രത്യാശയുള്ളവൻ,
जो कोई उस पर यह आशा रखता है. ഏതു പ്രത്യാശ? कौन सी आशा? അവനിൽ ഈ പ്രത്യാശ എന്ന് പറയുമ്പോൾ അവനോട് സദൃശ്യനാകുമെന്ന പ്രത്യാശ. कौन सी आशा कि मैं उसके समान हो जाऊंगा, वह आशा. എന്ന് വെച്ചാൽ ആത്മാവാദ്യം വന്നു നമ്മെ നീതീകരിച്ചപ്പോൾ നമുക്ക് ലഭിക്കാൻ നീതീകരണത്തിന്റെ ഫലമായി ദൈവവൈതൽ എന്ന പ്രത്യാശ. और जब आत्मा में हम धर्मी ठहराए गए और हमारी आत्मा धर्मी ठहराए जाने के कारण हम परमेश्वर के पुत्र के समान बनेंगे, वह आशा. എന്നിട്ട് നാം അവനോട് സദൃശ്യനാകുന്ന പ്രത്യാശ. और हम उसके समान हो जाएंगे, वह आशा. യേശുവിനോട് സദൃശ്യനാകുന്ന പ്രത്യാശ. यीशु के समान हम बन जाएंगे, वह आशा. സഭ ക്രിസ്തുവിനോട് സദൃശ്യമാകുന്ന പ്രത്യാശ. कलीसिया मसीह के सदृश हो जाएगी, वह आशा. ആ പ്രത്യാശയാണ് ഈ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്നത്. और वही आशा मसीह जीवन में हमें चाहिए. ഈ പ്രത്യാശ തുടർച്ചയായ നമ്മെ നിർമ്മലനാക്കുന്ന നിർമ്മലീകരണത്തിന്റെ ഒരു പ്രോസസ്സിലൂടെയാണ് അത് നടക്കപ്പെടുന്നത്. और प्रियो, पवित्रता की एक प्रक्रिया में से होकर हमें वो गुजारता है. ആമേൻ. ആ പ്രത്യാശ നമ്മെ നിർമ്മലീകരിച്ച് ക്രിസ്തുവിനോട് നമ്മെ സദൃശ്യനാക്കുന്നു. और वह आशा हमें धीरे धीरे पवित्र करके यीशु मसीह की पवित्रता में हमें जोड़ देती है. യേശു എങ്ങനെയാണോ അങ്ങനെ ആയിത്തീരുമെന്നുള്ള പ്രത്യാശ. जैसा वह पवित्र है वैसा मैं भी पवित्र बनूंगा, ऐसी एक आशा. യെശയ്യാവ് യേശുവിന്റെ തേജസ് കണ്ടു. यशायाह ने परमेश्वर की महिमा को देखा. ആമേൻ. ആ തേജസ് കണ്ടപ്പോൾ യെശയ്യാവ് തന്നെ ആമേൻ ചെറുതാക്കി കാണാനിടയായി. और यशायाह ने जब प्रभु के उस तेज को देखा, वो अपने आप को कमजोर समझने लगा. രണ്ട് തേജസ്സുകൾ കാണപ്പെടുന്നു. और दो महिमाओं को हम वहां देखते हैं. ഒന്ന് യെശയ്യാവ് കണ്ട തേജസ്. पहला यशायाह ने वह महिमा जो देखा. എന്നാൽ യേശു പറഞ്ഞ തേജസ്സുണ്ട്. लेकिन यीशु ने एक महिमा के बारे में बताया. പിതാവേ, നിന്റെ സന്നിധിയിൽ എനിക്കുണ്ടായിരുന്ന തേജസ്. पिता, तेरी उपस्थिति में जो महिमा है वह महिमा. ആ തേജസ്സിലേക്കാണ് കർത്താവ് നമ്മെ നടത്തുന്നത്. और उस महिमा के अंदर हमारा परमेश्वर हमारी अगुवाई कर रहा है. അതാണ് യോഹന്നാൻ എഴുതിയത്. ഏകജാതന്റെ തേജസ് പോലെ ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. और इसलिए यूहन्ना कहता है, उस एकलौते की महिमा को हमने अपनी आंखों से देखा. ഞാൻ എന്റെ യേശുവിനെ ഉയർത്തുകയാണ്. मेरे यीशु के नाम को मैं ऊंचा उठा रहा हूं. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ എഴുതിയത്. और इसीलिए यूहन्ना ने इस प्रकार से लिखा, ഞങ്ങൾ കണ്ടത്, हमने जो देखा, ഒരു ഏകജാതന്റെ തേജസ് പോലെ അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു. उस एकलौते की महिमा को हमने देखा. എന്റെ പ്രിയ വാത്സല്യ സഹോദരങ്ങളെ, നിന്നെ വിളിക്കുന്നത് ഈ തേജസ്സിലേക്കാണ്. प्रियो, उस महिमा में मुझे और आपको बुलाया गया है. ആ തേജസ്സിലേക്ക് എടുക്കപ്പെടേണ്ടതിനൊരു നീതീകരണവും നിർമ്മലീകരണവും പിന്നൊരു വിശുദ്ധീകരണത്തിലേക്ക് ആവശ്യമുണ്ട്. और उस महिमा में मुझे और आपको ले जाने के लिए एक पवित्रीकरण किया जाता है. और हमारे अंदर एक परीक्षा में से होकर हमारे अंदर एक खराई में हमें आगे बढ़ाया जाता है. ദൈവം നിന്നെ നീതീകരിച്ചു. परमेश्वर ने हमें धर्मी ठहराया. പാപിയായിരുന്ന നിന്റെ ജീവിതത്തിലേക്ക് യേശുവേ എന്ന് വിളിച്ചപ്പോൾ അവൻ നിന്റെ മേൽ എഴുതിയിരുന്ന സകല പാപത്തിന്റെ കറകളെയും തന്റെ രക്തം കൊണ്ട് തുടച്ചു മാറ്റി. मैं और आप जो पापी थे, जब प्रभु यीशु मसीह के लहू ने हमें धर्मी बनाया, हमने उसके नाम को पुकारा, हमारे जीवन के अंदर उद्धार के अनुभव के अंदर वो हमें लेकर आया. നീതീകരണം അവനെ നിർമ്മലീകരണമല്ല വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. और वो धार्मिकता के धर्मी ठहराया जाना हमें शुद्धिकरण की ओर ले जाता है. വിശുദ്ധീകരിക്കപ്പെട്ടവനെ അവന്റെ തേജസ്സിലേക്ക് എടുക്കപ്പെടുന്നു. और उस शुद्धिकरण की प्रक्रिया से उसकी महिमा में उपस्थिति में हम उठाए जाते हैं. സഭയെ നീതീകരിച്ചെങ്കിൽ നീതീകരിക്കപ്പെട്ട സഭയെ നിർമ്മലീകരിക്കുന്ന ക്രിസ്തു തന്റെ നിർമ്മല രക്തം കൊണ്ട് അവനെ നിർമ്മലീകരിച്ച് അവന്റെ വിശുദ്ധീകരണത്തിലൂടെ നടത്തി അവന്റെ തേജസ്സിലേക്ക് ആനയിക്കുകയാണ്. कलीसिया को धर्मी ठहराए जाने के बाद में उसे शुद्ध करके उसे महिमा के प्रवेश स्थान में उसे ले जाया जाता है. അതുകൊണ്ടാണ് ഈ ഭാഗ്യകരമായ പ്രത്യാശ എന്ന് പറയുന്നത്. और इसीलिए कहा गया कि एक अनंत आशा है. ആമേൻ. ഒരിക്കലും നശിക്കാത്ത ഭാഗ്യകരമായ പ്രത്യാശ. एक ऐसी आशा जो अजर है.
വാളിനോ വടിക്കോ മരണത്തിനോ ഉയരത്തിനോ താഴ്ചയ്ക്കോ ദൂതനോ വാഴ്ചയ്ക്കോ അധികാരത്തിനോ കർത്തൃത്വത്തിനോ തകർക്കാൻ കഴിയാത്ത പ്രത്യാശ. एक ऐसी आशा जिसे अन्य कोई बात, चाहे तंगाई हो, चाहे अकाल हो, चाहे तलवार हो, चाहे प्रधानताएं हो, चाहे ऊंचाइयां हो, कोई भी बातें इस प्रेम से मैं अलग नहीं कर सकती. അതാണ് യേശുവിലുള്ള പ്രത്യാശയും തേജസ്സും. वह है प्रियो प्रभु यीशु मसीह के ऊपर की आपकी आशा और आपकी महिमा. യെശയ്യാവിന് നോക്കാൻ കഴിയാതിരുന്ന തേജസ്സിലേക്കാണ് ആമേൻ യേശുക്രിസ്തുവിലൂടെ നമ്മെ ആനയിക്കുന്നത്. और वह महिमा जो यशायाह दूर से देखकर भयभीत हो गया, ऐसी अगम्य महिमा के अंदर यीशु मसीह के द्वारा मुझे और आपको ले जाया गया है. Jesus, hallelujah. സഹോദരാ, നിന്നെ വിളിക്കുന്നത് ഈ തേജസ്സിലേക്കാണ്. प्रिय भाई, इस महिमा में आपको बुलाया जा रहा है. ആമേൻ, ഹല്ലേലൂയ. ആർക്കും നോക്കാൻ കഴിയാത്തൊരു തേജസ്സിലേക്ക്, एक ऐसी महिमा जो अगम्य प्रकाश है, वहां पर आपको बुलाया गया है. അതുകൊണ്ട് എന്ത് ചെയ്യണം നാം? उसके लिए हमें क्या करना है? 2 കൊരിന്ത്യർ 10:5 ഇങ്ങനെ എഴുതി. दूसरा कुरिन्थियों 10:5 इस प्रकार से कहता है, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരുദ്ധമായി പോകുന്ന എല്ലാ ഉയർച്ചകളെയും ഇടിച്ചു കളഞ്ഞ്, और मसीह की पहचान के खिलाफ आने वाली हर एक बातों का खंडन करते हुए ഏത് അനുസരണക്കേടിനെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കണം. हर एक भावनाओं को कैद करके मसीह का आज्ञाकारी बना देते हैं. ആത്മശക്തിയാൽ പാപത്തിന്റെ വിചാര വികാരങ്ങളെ പിടിച്ചടക്കി और हमारे पाप के विचारों को कैद करके मसीह के आज्ञाकारी बनाते हुए ക്രിസ്തുവിനെ അനുസരിച്ച് സാത്താനെ തോപ്പിച്ച് നീ ഒരു ജയശാലിയായി തീരണം. और मसीह की आज्ञाओं का पालन करते करते शैतान को पराजित करके एक जयवंत जीवन मुझे और आपको बिताना है. പക്ഷേ അഗ്നിശോധന ജീവിതത്തിനകത്തൂടെ കടന്നു പോയെന്ന് വരാം. लेकिन जीवन में अग्नि रूपी परीक्षाओं में से होकर आपको गुजरना पड़ सकता है. പൊന്നുരുക്കി ശുദ്ധീകരിക്കുന്നത് പോലെ जिस प्रकार से सोने को आग में ताया जाता है, ठीक इसी प्रकार से നിന്റെ അകത്തുള്ള കീടം മാറ്റി നിന്നെ അവന് തേജസ്സുള്ളതാക്കി എടുക്കാൻ ആഗ്രഹമുണ്ട്. आपके अंदर की अशुद्धता को हटाकर आपके अंदर पवित्रता का गहरे स्तर के अंदर वो आपको बढ़ाना चाहता है. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് പരദേശിയെ നിന്റെ സ്വദേശത്തേക്ക് പോകാനുള്ള സമയമായി എന്നുള്ളതാണ്. और ये सारी बातें एक ही बात की ओर हमारे ध्यान को केंद्रित करना चाहती है. हे परदेशी, तेरे स्वदेश में जाने का समय आ पहुंचा है. അതുകൊണ്ട് സ്വദേശ യാത്രയിലേക്ക് ഉള്ള ഒരുക്കത്തിൽ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒന്നും ആമേൻ നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്സിന്റെ മണ്ഡലങ്ങളെ നഷ്ടമാക്കാതെ ക്രിസ്തുവിൽ ഭയഭക്തിയോടെ മുന്നോട്ട് പോകുവാൻ ഈ പകൽ ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. और मेरे और आपके इस सफर के अंदर, इस यात्रा के अंदर, इस संसार की कोई भी बातें हमें रोकने न पाए. इन बातों को पीछे करते हुए उस अनंत राज्य के लिए यात्रा करने के लिए परमेश्वर का आत्मा सुबह हमें मदद करने पाए. നമ്മുടെ മനസ്സൊരുങ്ങാം, നമ്മുടെ ശരീരം ഒരുക്കാം, हमारा मन, हमारा शरीर उसके लिए तैयार होने നമ്മുടെ पाए. ഹൃദയം ഒരുക്കാം. हमारे हृदय को हम तैयार करें. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. मैं अपनी बात को यहाँ बंद कर रहा हूँ. ഈ സൂമിലൂടെ പരിമിതമായ സമയമേ ഉള്ളൂ. और एक सीमित समय हमारे पास में है. എന്റെ അകം വല്ലാതെ നിറയുന്നു. और मेरा दिल वचन से भर रहा है. യേശുവിനുള്ള സ്നേഹം കൊണ്ട് എന്റെ ഹൃദയം നിറയുന്നു. यीशु में जो प्रेम है उससे मेरा दिल भर रहा है. അവൻ എനിക്കായി അർപ്പിക്കപ്പെട്ട, അവൻ എനിക്കായി നൽകിയത് എന്തൊക്കെ ആണ് എന്ന് ഞാൻ അറിയുന്നു. और उसने मेरे लिए क्या क्या उपकार किए, उन सारी बातों को मैं स्मरण करता हूँ. അതുകൊണ്ടാണ് 2 തെസ്സലോനി 2:14 और दूसरा थिस्सलुनीके 2:13 के अंदर പൗലോസ് ഇങ്ങനെ എഴുതി ചേർത്തത്. पौलुस इस प्रकार से लिखता है, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ हमारे प्रभु यीशु मसीह की महिमा को पाने के लिए അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. और 2:14 जिसके लिए उसने तुम्हें हमारे सुसमाचार के द्वारा बुलाया कि तुम हमारे प्रभु यीशु मसीह की महिमा को प्राप्त कर सको. യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ ദൈവവേദലേ നിന്നെ വിളിക്കുകയാണ്. यीशु मसीह की महिमा को प्राप्त करने के लिए प्रियो मुझे और आपको बुलाया गया है. ആര് വരും യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ? कौन आएगा उस महिमा को पाने के लिए? സ്വഭാവത്തിന്റെ മഹത്വം, परमेश्वर स्वभाव की महिमा, ശുശ്രൂഷയുടെ മഹത്വം. सेवकाई की महिमा. കൂടുതൽ ഞാൻ വിവരിക്കാതെ വാക്കുകളിലൂടെ പര്യവസാനിപ്പിക്കട്ടെ. मेरी बातों को यह बंद करना चाहूं. സഹോദര സഹോദരി, प्रिय भाई, प्रिय बहन, നിന്നെ യേശു വിളിക്കുകയാണ്. आपको यीशु बुला रहा है. നീ വരുന്നോ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ? क्या आप उस महिमा को पाने के लिए
आ रहे ഓ हो ഒന്ന് കുറേ 40 അടി കൊണ്ടിട്ടും और उन 40 कोड़ों की मार सहने के बाद ശരീരം ഉഴവുചാല് പോലെ കീറിയിട്ടും उसका शरीर पूरा टूट गया, बिखर गया, उसके बाद भी ചെകിടിന് അടിച്ചിട്ടും और उसको थप्पड़े मारी गई, लेकिन फिर भी മുഖത്ത് കാർക്കിച്ചു തുപ്പിയിട്ടും उसके मुंह पे लोगों ने थूका, इसके बावजूद भी അവന്റെ മുഖത്ത് മൂടുപടമിട്ടിട്ട് അവനെ പരിഹസിച്ചിട്ടും और उसके मुंह में कपड़ा डाल के लोगों ने उसका मजाक उड़ाया, ഒന്നും പ്രതികരിക്കാത്ത അവന്റെ സ്വഭാവത്തിന്റെ മഹത്വം സ്വീകരിപ്പാൻ നീ വരുന്നുണ്ടോ? बिना कोई प्रत्युत्तर दिए हुए शांत रहने वाले उसके स्वभाव की महिमा को क्या मैं और आप प्रतिबिंबित करने के लिए तैयार है? കയ്യേൽ ആണിയടിച്ചവനോട് പറഞ്ഞു ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവന്റെ സ്വഭാവത്തിന്റെ മഹത്വം സ്വീകരിപ്പാൻ നീ വരുന്നുണ്ടോ? और जिसने उसके हाथों में पैरों में कीलियां ठोकी, उनसे कहा मैंने तुझे क्षमा किया, उस स्वभाव की महिमा को प्रतिबिंबित करने के लिए क्या इन दिनों में मैं और आप तैयार है? ഏറ്റവും ഒടുവിലായി അവൻ പറഞ്ഞു പിതാവേ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന അവന്റെ വാക്കിന്റെ മഹത്വം സ്വീകരിപ്പാൻ നീ വരുന്നുണ്ടോ? अंत में उसने क्रूस से पुकार कर कहा हे पिता इन्हें क्षमा कर, क्योंकि ये नहीं जानते ये क्या कर रहे। उस वचन की महिमा को प्रतिबिंबित करने के लिए क्या मैं और आप तैयार है? ദൈവസഭേ कलीसिया ആമേൻ ജീവിതത്തിൽ ഈ യാത്രാവേളയിൽ इस यात्रा के मध्य में ആമേൻ ജീവിതത്തിനകത്ത് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയിൽ ഇപ്പോൾ വന്നു സംഭവിക്കുന്ന ഈ ഒരു അപൂർവ കാര്യം हे प्रियो जो दुख रूपी अग्नि तुम्हारे परखने के लिए तुम में भड़की है, इससे यह समझकर अचंबा न करो कि कोई अनोखी बात तुम पर बीत रही है। നിങ്ങൾ അതിശയിച്ചു പോകരുത്. आप अचंबित मत हो जाना, ആമേൻ നിങ്ങൾ സന്തോഷിക്കുക. आप आनंदित हो जाए, സഭ സന്തോഷിക്കുക. कलीसिया आनंदित हो जाए, സുവിശേഷകന്മാരെ സന്തോഷിക്കുക. सुसमाचार प्रचारक को आनंदित हो जाओ। ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വിവിധ ഇടങ്ങളിലും യേശുവിന് വേണ്ടി നിന്ന അനുഭവിച്ച പീഡ അനുഭവിച്ച വേദന അനുഭവിച്ച പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെ നിൽക്കുന്ന വിശുദ്ധന്മാരെ സന്തോഷിക്കുക. आपके जीवन में मसीह के निमित्त आपको गांव में अकेला कर दिया गया होगा, आपको समाज से निकाल दिया होगा, आप अकेले परेशान हो रहे होंगे, लेकिन आज किसमें प्रभु का आत्मा कहता है आप वहां पर आनंदित हो जाए। ഇവിടെ നിനക്ക് നഷ്ടങ്ങൾ വരാം, പക്ഷെ അവിടെ നിനക്ക് ലാഭമാണ്. यहाँ पर आपको शायद हानि उठानी पड़ सकती है, लेकिन वहां पर आपको लाभ ही लाभ है। ഇവിടെ നിന്റെ കണ്ണുനീര് തുടയ്ക്കാൻ ആരും കണ്ടെന്ന് വരികയില്ല, പക്ഷെ ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കും. यहाँ पर आपकी आंखों से आंसू पोंछने वाला कोई आपको शायद नहीं मिलेगा, लेकिन वहां पर आपका परमेश्वर स्वयं आपकी आंखों से आंसू को അവൻ पोंछेगा അരികെ നിന്റെ അരികെ വരും. और वह आपके करीब ही में आएगा നിന്നെ അവൻ ചേർത്തണയ്ക്കും. और वह आपको करीब लगाएगा, നിന്റെ കണ്ണിൽ നിന്ന് അവൻ കണ്ണുനീര് തുടയ്ക്കും. आपकी आंखों से वह आंसू को पोंछेगा। ഈ ആഴമുള്ള പ്രത്യാശയ്ക്കായി പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുകയാണ്. और इस गहरी आशा की ओर पवित्र आत्मा आपको बुलाता है। വരുന്നോ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ? क्या आप यीशु की महिमा पाने के लिए आने को तैयार है? വരുന്നോ യേശുവിന്റെ മഹത്വം പ്രാപിപ്പാൻ? क्या यीशु की महिमा का भाग लेने के लिए आप तैयार हो? യേശു നിന്നെ വിളിക്കുന്നു. यीशु आज आपको बुला रहा है, അവന് വേണ്ടി അവൻ നിന്നെ വിളിക്കുകയാണ്. उसके लिए वह आपको बुला रहा है। യെസ് ഇന്ന് പകൽ കണ്ണുകൾ അടയ്ക്കാൻ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. अपनी आंखों को बंद करें, मैं अपनी बातों को विराम देने जा रहा हूं। ഞാൻ ശുശ്രൂഷിച്ച് നിർത്തിയതല്ല, मैंने पूरा करके बंद नहीं किया, പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്നില്ല. അവന്റെ സ്നേഹത്തിന്റെ ആഴം അത്രയ്ക്ക് വലുതാണ്. प्रियो मसीह के प्रेम की गहराई बहुत बड़ी है। നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. हम मिलकर प्रार्थना करें। കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അഗ്നിശോധനയിലൂടെ ഒരു അപൂർവ കാര്യം ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്നുണ്ട്. और प्रभु ये दुख रूपी अग्नि जो हमारे परखने के लिए हम में भड़की है और उसमें से होकर जो हम जा रहे हैं, ഇതെന്താണ് ഏതാണെന്നൊന്നും ചോദിക്കാൻ ഞങ്ങൾ മെനക്കെടുന്നില്ല. प्रभु जी ये क्या है, कहां से हो रहा, उन बातों में हम नहीं फंस रहे। ഈ പരദേശ പ്രയാണ യാത്രയിൽ ധാരാളം ആളുകൾ ചിതറിപ്പോയിട്ടുണ്ട്. और प्रभु जी इस यात्रा के अंदर बहुत सारे लोग तितर बितर हो गए हैं। വേദനകളുടെ നടുവിൽ പലരും വിശ്വാസം വിട്ട് ചിതറിപ്പോയവരുണ്ട്. दर्द और तकलीफ के बीच में कईयों का विश्वास से लोग भटक गए हैं। പലരും ഞെരുങ്ങി അമർന്നു പോയവരുണ്ട്. और बहुत देर लोग तन्हाई में अकेलेपन में जीवन व्यतीत कर रहे हैं। അവരുടെ കൂടാരങ്ങളിലേക്ക് നിന്റെ സമാധാനം ഇറങ്ങി ചെല്ലണമേ. प्रभु जी उनके तंबुओं में आपकी शांति आज पहुंचने पाए। എന്റെ യേശുവേ, നിന്റെ കരം അവരെ പിടിക്കണമേ. और प्रभु अपने हाथ के द्वारा आप उन्हें थामिए।
थामिए, നിന്റെ സ്നേഹത്താൽ അവരെ തലോടണമേ. आपका स्नेह, आपका प्रेम उन्हें हिम्मत देने पर, അവർക്ക് ലഭിക്കാൻ പോകുന്ന തേജസ് ഓർത്ത് അവർ ക്രിസ്തുവിൽ ഉറച്ചു നിൽപ്പാൻ കൃപ നൽകണമേ. और प्रभु जी जो महिमा आप उन्हें प्रदान करने जा रहे उस महिमा का स्मरण करते हुए आपके निमित्त खड़े रहने के लिए आप उन्हें मदद कीजिए. അവരെ അലട്ടുന്ന സകല പ്രതിബന്ധങ്ങളെയും അതിന്റെ പിന്നിലെ എല്ലാ പോരാട്ടങ്ങളെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ ചോദ്യം और ചെയ്യുകയാണ്. पिता परमेश्वर उन्हें पीछे खींचने वाली सारी रुकावटों को यीशु नासरी के नाम से हम उसका खंडन करते, उसको निरस्त करते हैं. ആമേൻ. ആത്മീയമായി എല്ലാ മണ്ഡലങ്ങളിലും അവർക്ക് ബലം നൽകണമേ. आत्मिक रीति से हर क्षेत्र में आप उन्हें बल प्रदान कीजिए. ക്രിസ്തുവേശുവിന്റെ സ്വസ്ഥത അവർക്ക് നൽകണമേ. मसीह यीशु की शांति आप उन्हें प्रदान कीजिए. ധൈര്യം നൽകണമേ. हिम्मत उन्हें दीजिए. ഉറച്ചു നിൽപ്പാനുള്ള കൃപ നൽകണമേ. हिम्मत के साथ में खड़े रहने का बल യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിക്കുന്നു. यीशु मसीह के नाम में हर एक के ऊपर आशीष और अनुग्रह की घोषणा हम ഞങ്ങൾ ഒന്നിച്ച് യേശുവിന്റെ നാമം ചൊല്ലി നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. मिलकर यीशु के नाम में हर एक को अनुग्रहित कहते हैं. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ. प्रभु की शांति हर एक पर നിങ്ങൾക്ക് होती है. സ്വസ്ഥത വരട്ടെ. प्रभु की चंगाई हर एक पर നിങ്ങളിൽ मांगते हैं. ബലം വരട്ടെ. प्रभु का बल हम मांगते നിങ്ങളുടെ हैं. ഹൃദയങ്ങളിൽ ആശ്വാസങ്ങൾ ഉണ്ടാകട്ടെ. आपके हृदयों में तसल्ली आने നിങ്ങളുടെ पर, കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ. परिवारों में अभिवृद्धि होने നിന്റെ पर, മക്കൾക്ക് ശുഭതയുണ്ടാകട്ടെ. आपके बच्चों का अच्छा भविष्य होने നിന്റെ पर, ജീവിതത്തിൽ എല്ലാ തലങ്ങളിലും ഉദ്ധാരണം ഉണ്ടാകട്ടെ. आपके जीवन के हर क्षेत्र में उद्धरण होने पर, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. यीशु मसीह के नाम में आशीष करके मांगते हैं. നന്ദി കർത്താവേ, അങ്ങയ്ക്ക് മഹത്വം. प्रभु हम आपको धन्यवाद देते, आपके नाम को ऊंचा उठाते. ഈ ശുശ്രൂഷയുടെ സകല മഹത്വവും പുകഴ്ചയും ബഹുമാനവും കർത്താവിന് നൽകുന്നു. सारा आदर महिमा हम आपको देते हैं. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. प्रार्थना सुना उसके लिए धन्यवाद. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ यीशु के नाम में मांगते हैं. ആമേൻ. आमीन. നിങ്ങളോട് കൂടെ വന്ന് ചേർന്ന് കർത്താവിന്റെ വചനവുമായി നിൽക്കാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകി. ഞങ്ങൾ കർത്താവിന് മടങ്ങി വരൂ. താമസമെങ്കിൽ വീണ്ടും ഞങ്ങൾ ദേശത്തേക്ക് വരും. और प्रभु को हम धन्यवाद देना चाहते हैं कि हमें अवसर प्रदान किया आपके बीच में आकर कुछ दिन व्यतीत करने के लिए. प्रभु ने चाहा तो कल हम वापस अपने घर की ओर हम जा रहे हैं. प्रभु ने चाहा तो पुनः हम आएंगे, आपसे मुलाकात करेंगे. നാളെ രാവിലെ 10:45 ഞങ്ങൾക്ക് അഹമ്മദാബാദിൽ നിന്ന് ഫ്ലൈറ്റ് ഉള്ളത്. और कल सुबह 10 बजे अहमदाबाद से हमें जाना है. ആ ഫ്ലൈറ്റിന് യാത്രയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും വരാതെ സമയത്ത് ആ ഫ്ലൈറ്റ് ഉണ്ടാകുവാനും അപ്പോൾ തന്നെ ഞങ്ങൾ തിരിച്ചു പോകേണ്ടതിനുള്ള അല്ലെങ്കിൽ PCR ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല, അത് കിട്ടേണ്ടതിനായിട്ടും കൂടെ നിങ്ങൾ സ്തോത്രം ചെയ്യണം. और यात्रा में प्रभु सुरक्षित रखने के लिए आप सभी लोग हमारे लिए प्रार्थना करें. നിങ്ങളുടെ പ്രാർത്ഥന ചോദിച്ച് സഭാ ദൈവമക്കൾ വിശേഷിച്ച് കെയോറിസ് പാസ്റ്ററുടെ കുടുംബം, അപ്പോൾ തന്നെ ഫിലദൽഫിയ ചർച്ചിൻ്റെ എല്ലാ ശുശ്രൂഷകന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങൾ ഒരിക്കൽ കൂടെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു. दिल से आप सभी को हम धन्यवाद देना चाहते, पूरे फिलडेल्फिया परिवार को हम धन्यवाद देना चाहते आपके प्रेम और सहयोग के लिए. എസ്പെഷ്യലി ഞങ്ങൾ പോൾ മാത്യു സാറിനും ഞങ്ങളുടെ ഹൃദയംഗമായ വന്ദനം അറിയിക്കുന്നു. और प्रभु के दास पास्टर पॉल मैथ्यूज को भी हम दिल से धन्यवाद देना चाहते, उनके अतिथि सत्कार की. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. प्रभु आप सभी को आशीषित करें. ഗോഡ് ബ്ലസ് യു. प्रभु आशीष देने पर. താങ്ക് യു.